ഹായ് ഹലോ. അപ്പം എല്ലാവർക്കും നമസ്കാരം. AJ സിംപ്ലി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരുങ്ങിയതെന്ന് നിങ്ങൾക്ക് കാണട്ടെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളിതിൽ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിന്ന് മേക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയാണ് ഞാനിങ്ങനെ ഒരുങ്ങിയെന്ന് കാണണ്ടേ. അപ്പൊ ഞാനിത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാണ്. ഇനി വേണം മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നേരെ മേക്കപ്പിലേക്ക് കടക്കാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് ഞാൻ എന്റെ ഹോൾ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ക്വാളിറ്റി അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ആദ്യം ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഇതാ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇതെനിക്ക് ഇതിന് മുമ്പ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച സമയത്ത് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ സ്കിന്നിന് ചേരുന്നൊരു സൺസ്ക്രീൻ ആണ്. ഞാൻ ഇതിന് മുമ്പ് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണുള്ളത് കേട്ടോ. അപ്പം സൺസ്ക്രീൻ നമുക്ക് മസ്റ്റാണ്. എനിക്ക് പക്ഷേ സൺസ്ക്രീൻ ഇടുന്ന ഒട്ടും ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ സ്കിന്ന് പെട്ടെന്ന് ഏതിട്ടാലും ഭയങ്കര ഓയിലി ആവും. അപ്പം ഇത് ഈ ഒരു സൺസ്ക്രീൻ ആയതുകൊണ്ട് വലിയ ഓയിലിനെസ് ആവാറില്ല. എന്നാലും ഞാനൊരു ടിഷ്യൂ കരുതും എൻ്റെ കയ്യിൽ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫേസ് പെട്ടെന്ന് ഓയിലി ആവും. കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഇതാവുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് ഓയിലി ആവും. അപ്പം ഞാനൊരു ടിഷ്യൂ കൊണ്ടുപോകും. എൻ്റെ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ഓയിലി ആയിരിക്കും. അപ്പം ആ സമയത്ത് ഞാനൊന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കൊടുക്കുക ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചേ ഇടണുള്ളൂ. ഞാൻ കുറേ സൺസ്ക്രീൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും എൻ്റെ സ്കിന്നിന് സൂട്ടാകാനായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഇത് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്താന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ഇത് കുഴപ്പമില്ല. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിലും അവർക്ക് പറ്റിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ഓവറായിട്ട് ഓയിലൊന്നും ആക്കുന്നില്ല, ഓയിലി ആക്കുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ ഫേസിൽ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പൗഡറിനെ പറ്റിയിട്ട് വൈറ്റ് ടോൺ എന്ന് പറയുന്ന പൗഡറാണ്. അതായത് നമ്മൾ കുറച്ചെടുത്താൽ മതി. ഭയങ്കരമായിട്ട് ഓയിലി ഫേസൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു പൗഡറാണിത്. അപ്പോൾ ഒരു തുണിയോ കോട്ടൺ പാഡോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് മാത്രം ഇടുമ്പം അവിടെ പിടിച്ചെടുക്കുന്നതായിട്ട് തോന്നും. എല്ലാ സ്ഥലത്തും എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴുത്തിലും ഇടുന്നുണ്ട്. ഇപ്പം കൊണ്ടില്ലേ നേരത്തെ എൻ്റെ ഫേസും ഇപ്പോഴത്തെ എൻ്റെ ഫേസും നോക്കുക. പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആ ഓയിൽനെസ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്ന് ആരോടും ഞാൻ പറയാറില്ല കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഞാൻ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈറ്റിഷ് ആയിട്ട് തോന്നും. അപ്പം നമ്മൾ എന്താക്കുക, നമ്മുടെ സ്കിൻ ടോണായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് എടുത്തിട്ടുണ്ട്. കോമ്പാക്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ. ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കൺസീലറോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഐ ഷാഡോയ്ക്കൊക്കെ പകരമായിട്ട് ഞാൻ കണ്ണിൻ്റെ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ താഴെ ഈ ഭാഗത്തുനിന്ന് ഇടുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് കിട്ടും. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് എന്നാ ചെയ്യുന്നത്. ഞാനിപ്പോൾ ത്രെഡ് ചെയ്തിട്ട് കുറേ ആയി. എനിക്ക് അങ്ങനെ ത്രെഡ് ചെയ്താൽ തന്നെ അങ്ങനെ ഓവറായിട്ട് അറിയൂല. എനിക്ക് പിരിയും കുറവായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ കൈ വെച്ചിട്ട്, ഇതിൻ്റെ ബ്രഷൊക്കെ ഉണ്ട് പക്ഷെ ബ്രഷ് വെച്ചിട്ടൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ അതേ ഞാൻ അടുത്തതായിട്ട് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐലൈനർ വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. മുകളിലും താഴെ എഴുതി അത് ഐലൈനർ വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഷുഗറിൻ്റെ മസ്കാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐലാഷസ് ഒക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി പോവാണ്.
കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇടുന്നുണ്ട്. ന്യൂഡ് ഷെയ്ഡാണ്. ഓവറായിട്ട് അങ്ങനെ ലിപ്സ്റ്റിക് ഉണ്ട് എന്നുള്ളത് ഓവറായിട്ട് അങ്ങനെ കാണിക്കാത്തൊരു ഷെയ്ഡാണ് അത്. അപ്പം ഞാൻ ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ. അപ്പം അത് ഇത് കഴിഞ്ഞു. ഇനി ഹെയർ ഒന്ന് കെട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ കമ്മലൊന്ന് ജസ്റ്റ് മാറ്റുന്നുണ്ട്. ഞാൻ സ്റ്റഡാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യാറ്. എനിക്ക് വലിയ കമ്മൽ ഓവറായിട്ട് തൂങ്ങുന്ന കമ്മൽ ഓവറായിട്ട് എനിക്ക് ഇഷ്ടമില്ല, ഹാങ് ചെയ്യുന്ന ടൈപ്പൊന്നും. ഞാൻ അധികം ഇങ്ങനത്തെ സ്റ്റഡാണ് യൂസ് ചെയ്യുക. അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ കമ്മൽ കുറച്ചും കൂടെ ഒന്ന് കാണുന്ന ടൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഒരൊറ്റ സ്റ്റോണുള്ള സ്റ്റഡൊക്കെ ഇടുക. അപ്പം ഇന്ന് ഞാൻ വേറൊരു കമ്മൽ ഇട്ട് നോക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇനി ഹെയർ ഒന്ന് ഇത്രയാണ് എൻ്റെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഇന്നത്തേത്. അപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ആ സമയത്ത് ഒരുങ്ങിയിട്ടുള്ളത് ആണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ മേക്കപ്പാണ്, പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ടാറ്റാ.